മലയാള സിനിമയ്ക്ക് തുടരെ ഹിറ്റുകൾ സമ്മാനിച്ച വർഷമായിരുന്നു 2024. 100 കോടി ക്ലബിലൊന്നും ഇടം നേടിയില്ലെങ്കിലും ആദ്യം മോളിവുഡിന് ഹിറ്റ് സമ്മാനിച്ചത് ഓസ്ലർ ആയിരുന്നു. പിന്നീട് ഇറങ്ങിയ ചില സിനിമകൾ പരാജയം നേരിട്ടെങ്കിലും മലയാള സിനിമയുടെ വലിയൊരു തേരോട്ടത്തിന് വഴിവെച്ചത് ഫെബ്രുവരി മാസമാണ്. നെസ്ലൻ നായകനായി എത്തിയ പ്രേമലു മുതൽ വിഷു റിലീസായി എത്തിയ ആവേശം വരെ സൂപ്പർ ഹിറ്റും മെഗാ ഹിറ്റും ബ്ലോക്ക് ബസ്റ്ററുകളും. ഈ അവസരത്തിൽ 2024 ഇതുവരെ റിലീസ് ചെയ്ത സിനിമകളിൽ കേരളത്തിൽ നിന്നും മാത്രം കോടികൾ വാരിക്കൂട്ടിയ സിനിമകളുടെ ലിസ്റ്റ് പുറത്തു വരികയാണ്. മോളിവുഡിലെ ആദ്യ 200 കോടി പടമായ മഞ്ഞുമൽ ബോയ്സ് അല്ല ഒന്നാം സ്ഥാനത്തുള്ളത് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. പൃഥ്വിരാജ് നായകനായി എത്തിയ ആടുജീവിതമാണ് ലിസ്റ്റിൽ ഒന്നാമതുള്ളത്. 79 കോടിയാണ് ചിത്രം കേരളത്തിൽ നിന്ന് മാത്രമായി സ്വന്തമാക്കിയിരിക്കുന്നത്. നിലവിൽ പ്രദർശനം തുടരുന്ന ആടുജീവിതം ആഗോളതലത്തിൽ 150 കോടി ക്ലബും പിന്നിട്ട് ജൈത്രയാത്ര തുടരുകയാണ്. പട്ടികയിൽ 2ാം സ്ഥാനം സ്വന്തമാക്കിയിരിക്കുന്നത് ആവേശമാണ്. വിഷു റിലീസായി എത്തി വൻ പ്രേക്ഷക സ്വീകാര്യത നേടിയ ചിത്രം സംവിധാനം ചെയ്തത് ജിത്തു മാധവനാണ്. ഫഹദ് ഫാസിൽ നിറഞ്ഞാടിയ ചിത്രം 76 കോടി 15 ലക്ഷം രൂപയാണ് ഇതുവരെ കേരളത്തിൽ നിന്നും നേടിയത്. അടുത്തിടെ OTTയിൽ സിനിമ എത്തിയെങ്കിലും ഏതാനും തിയേറ്ററുകളിൽ ഇപ്പോഴും പ്രദർശനം തുടരുന്നുണ്ട്. 72 കോടി 10 ലക്ഷം രൂപയുമായി മഞ്ഞുമൽ ബോയ്സ് ആണ് 3ാം സ്ഥാനത്ത്. യഥാർത്ഥ അതിജീവനത്തിന്റെ കഥ പറഞ്ഞ ചിത്രം ആഗോളതലത്തിൽ 240 കോടിയിലേറെ നേടിയെന്നാണ് കണക്ക്. ആദ്യമായി 200 കോടി കടക്കുന്ന മലയാള സിനിമ എന്ന പ്രത്യേകതയും മഞ്ഞുമൽ ബോയ്സിനുണ്ട്. 4ാം സ്ഥാനത്ത് പ്രേമലു ആണ്. 62 കോടി 75 ലക്ഷം രൂപയാണ് കേരളത്തിൽ നിന്ന് ഈ ഒരു സിനിമ കരസ്ഥമാക്കിയത്. 5ാം സ്ഥാനത്ത് വർഷങ്ങൾക്ക് ശേഷം 38 കോടി 40 ലക്ഷം രൂപയാണ് ഈ സിനിമ തിയേറ്ററിൽ നിന്നും കേരളത്തിൽ നിന്നും കളക്ഷൻ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇപ്പോഴും തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണിത്. 6ാം സ്ഥാനത്ത് നമ്മുടെ മമ്മൂക്കയുടെ ഭ്രമയുഗം 24 കോടി 15 ലക്ഷം രൂപയാണ് കേരളത്തിൽ നിന്നും ഈ സിനിമ നേടിയിട്ടുള്ളത്. 7ാം സ്ഥാനത്ത് ഓസ്ലർ 23 കോടി 5 ലക്ഷം രൂപയാണ് ഓസ്ലർ കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് തിയേറ്ററിൽ നിന്ന് ഗ്രോസ് കളക്ഷനായി നേടിയിട്ടുള്ളത്. 8ാം സ്ഥാനത്ത് മലൈക്കോട്ടെ വാലിബൻ 14 കോടി 50 ലക്ഷം രൂപയാണ് ഈ ഒരു സിനിമ കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് നേടിയിട്ടുള്ളത്. സിനിമ ഒരു പരാജയമായിരുന്നു എങ്കിലും 14.5 കോടിയാണ് ഈ സിനിമ കേരളത്തിൽ നിന്ന് നേടിയിട്ടുള്ളത്. 9ാം സ്ഥാനത്ത് അന്വേഷിപ്പിൻ കണ്ടെത്തുന്ന പറഞ്ഞ സിനിമയാണ്. 10 കോടി 15 ലക്ഷം രൂപയാണ് ഈ ഒരു സിനിമ കേരളത്തിൽ നിന്ന് മാത്രമായി നേടിയിട്ടുള്ളത്. 10ാം സ്ഥാനത്ത് മലയാളി ഫ്രം ഇന്ത്യ, നമ്മുടെ നിവിൻ പോളി പ്രധാനവേഷം കൈകാര്യം ചെയ്ത് കഴിഞ്ഞ ദിവസം തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയാണ്. 9 കോടി 85 ലക്ഷം രൂപയാണ് ഈ സിനിമ ഇതുവരെ നേടിയിട്ടുള്ളത്. ഇപ്പോഴും തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും സിനിമകൾ ആദ്യ 10 സ്ഥാനത്തെ സിനിമകളാണ് നമ്മൾ ഈ ലിസ്റ്റിൽ നമ്മൾ നോക്കിയിട്ടുള്ളത്.